ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സംഭവമൊന്നുമില്ല, എനിക്ക് കുറച്ച് കളിമണ്ണ് കിട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അകത്ത് കയറ്റിയാൽ ശരിയാവില്ല ഗായ്സ്. അതും നാടൻ കളിമണ്ണാണ്. അപ്പോൾ എന്തായാലും പുറത്തിരുന്ന് ചെയ്യാൻ വിചാരിച്ചു. ഇന്ന് നമ്മൾ കളിമണ്ണ് കൊണ്ടുള്ള 2 ഐഡിയയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ ഗായ്സ്. പിന്നെ സ്ഥിരം പ്രേക്ഷകരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ ഇട്ടോളി. അപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സംഭവം ഇതാ, ഒരു ഷേപ്പൊക്കെ സെറ്റാക്കിയിട്ട് ഞാനൊരു രൂപം വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കളിമണ്ണ് എടുത്ത് ഇതാ പത്തിരിക്കൊക്കെ ഉണ്ട ഉണ്ടാക്കില്ലേ, അതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കുന്നുണ്ട്. സംഭവം ഞാനൊരു കിറ്റീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൂച്ച കുട്ടി വേണമെങ്കിലും പറയാം. അപ്പോൾ പൂച്ച, ഇത് സംഭവം പൂച്ചയാണ്, വലിയ പൂച്ചയാണ്. അപ്പോൾ ക്യാറ്റ്, ഓക്കെ, കിറ്റിയല്ല ക്യാറ്റ്. അപ്പോൾ ഇതാ ജസ്റ്റ് 2 ഉണ്ട ഉണ്ടാക്കി ഇതേപോലെ ഷേപ്പാക്കി ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഉടയിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ജസ്റ്റ് അത് ഒട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ചും കൂടി കളിമണ്ണ് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ വെള്ളം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കഴുത്ത് ഭാഗമൊക്കെ ഇതാ കളിമണ്ണ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈയൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഓവർ വർക്കില്ലാത്തൊരു പൂച്ചയാണ് ഗൈസ്. അപ്പോൾ ഇതാ ജസ്റ്റ് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുത്തു. പിന്നെ നമുക്കതിൽ നിന്ന് ഇങ്ങനെ കൈയിൻ്റെ ഭാഗം നമ്മൾ കൈയല്ല ഗൈസ്, ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നത് വാലാണ്. അപ്പോൾ ജസ്റ്റ് കളിമണ്ണെടുത്ത് ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് ജസ്റ്റ് ഷേപ്പിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വാല് റെഡിയാവും. പിന്നെ ഇത് നല്ല രീതിയിൽ ഉണങ്ങിയാലാണ് നമുക്കിതിൽ പെയിൻ്റൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെയിലത്ത് വെച്ച് തന്നെ ഞാൻ ഉണക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുറത്തായതുകൊണ്ട് ഇവിടെ തന്നെ വെയിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പുറത്ത് വീഡിയോ എടുക്കാറില്ല, കളിമണ്ണായതുകൊണ്ട് പുറത്ത് വെച്ചെടുത്തതാണ്. കണ്ടില്ലേ ഈച്ചയൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എന്തിവിടെ പണി ചെയ്യുന്നത് വെച്ചിട്ടാണ് ഈച്ച വന്ന് നോക്കുന്നത്. തിന്നാനുള്ളതാണോ എന്ന് വിചാരിച്ചത്, പക്ഷേ കളിമണ്ണാണ് ഗൈസ്. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇത് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്തൊരു കാക്ക വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. കാക്ക വിചാരിച്ചു എന്തെങ്കിലും ഇറച്ചി മുറിക്കുകയാണോ എന്നാണ് തോന്നുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കഴിയുന്നത് വരെ ആ കാക്ക അവിടെ ഉണ്ടായിരുന്നു എൻ്റെ കളിമണ്ണ് നോക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കാക്കേനെ ആട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ് സമയം കൊണ്ട് നമ്മൾ കൈയും കാലൊക്കെ റെഡിയാക്കി ഗൈസ്. സിമ്പിളാണ്, ജസ്റ്റ് കുറച്ച് കളിമണ്ണ് എടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ കൈയും കാലൊക്കെ റെഡിയാവും. ഇനി ജസ്റ്റ് കഴുത്തിലിടാൻ വേണ്ടിയിട്ടൊരു ബോയാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു റിബൺ ഇങ്ങനെ കഴുത്തിലൂടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിബൺ സെറ്റ് ചെയ്തതിന് ജസ്റ്റ് നമുക്കൊരു ബോ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ചെറുതായിട്ട് കുറച്ച് ക്ലേ എടുക്കുക. കുറച്ച് ക്ലേ എടുക്കുക. അപ്പോൾ കളിമണ്ണ് എടുത്ത് ജസ്റ്റ് നമുക്ക് ബോയുടെ ഷേപ്പിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ജസ്റ്റ് കെട്ടുന്ന രീതിയിൽ ഒന്നുകൂടി ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാണ് നമ്മുടെ ബോ കെട്ടി നിൽക്കുന്ന പൂച്ച. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ ഉണങ്ങണം. വെയിലത്ത് വെച്ച് ഉണക്കിയാൽ സംഭവം പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഗൈസ്. ജസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ മതി, കാരണം നല്ല വെയിലുണ്ട് വീട്ടിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണങ്ങിയ പൂച്ച. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം. കളർ ഒരു ആഷ് തീമിലാണ് ചെയ്യുന്നത്. ക്യൂട്ടായിട്ടുള്ളൊരു ക്യാറ്റാണ് കേട്ടോ ഗൈസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്ത് തന്ന ക്യൂട്ടായോ എന്നൊക്കെ നിങ്ങൾ പറയണം. അപ്പോൾ നമ്മൾ ആഷ് പെയിൻറ് ഇങ്ങനെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. മൊത്തം കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കയ്യിലും കാലിലും വാലിലും എല്ലായിടത്തും നമ്മൾ ആഷ് കൊടുക്കണം. ബോൾ കൊടുക്കുന്നില്ല ഗൈസ്. അപ്പോൾ മൊത്തത്തിൽ കൊടുത്തതിന് ശേഷം ബാക്കി പെയിൻറ് നമുക്ക് കൊടുക്കുക. അതൊക്കെ ഉണങ്ങിയതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകെ കൊളാവും. അപ്പോൾ നമ്മൾ ക്യാറ്റിന് ഇതാ ഈ കളർ കൊടുത്തു. ഇനി നമുക്ക് കണ്ണ് സെറ്റ് ചെയ്യണം. ബ്ലാക്ക് എടുത്തു, ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു. കണ്ണ് റെഡിയായി. ഇനി മൂക്ക്, വായ ഒക്കെ കുഴപ്പമില്ല. ജസ്റ്റ് 2 ഭാഗത്ത് 2 വര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കണ്ണിൽ ജസ്റ്റ് വൈറ്റ് കുത്തിട്ട് കൊടുക്കാം. പിന്നെ ആ വൈറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് വാലിൽ ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഈ പൂച്ചനെ കാണുമ്പോൾ എനിക്ക് നമ്മളെ ടോം ആൻഡ് ജെറിയിലത്തെ ടോം ഉണ്ടല്ലോ, അതിൻ്റെ പോലെയൊക്കെ തോന്നി. ജസ്റ്റ് തോന്നിയിട്ടുള്ളൂ, അല്ലാതെ ഒറിജിനൽ ടോമൊന്നുമല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ബോയിന് ജസ്റ്റ് റോസ് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പൂച്ചക്കുട്ടി. ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഒരു വൈറ്റ് പൂച്ചക്കുട്ടിയും കൂടെ വേറെ ഒരു പൂച്ചയും കൂടി, ഒരു ഗ്രേ പൂച്ചയും. അപ്പോൾ നമ്മുടെ പൂച്ചകളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഐഡിയ കഴിഞ്ഞിട്ടില്ല, ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ
ഫസ്റ്റ് ക്ലേ മോഡലിംഗ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐഡിയ നോക്കിയാലോ. അപ്പോൾ അതുപോലെ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ക്ലേ ഇങ്ങനെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് കുറച്ചെടുത്തു. എൻ്റെ റോളർ കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട ഗൈസ്, നമ്മളെ കയ്യിൽ അതൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ എന്തും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇതേ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ അകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആകെ നാറും. ചളി കൊണ്ട് പുറത്തിരുന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പുറത്തേൽ അവിടെ നിന്ന് കഴുകി കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതാ മൂക്ക് പോലൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്, 2 ചെവി. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പിഗ്ഗീനെയാണ്. പന്നിക്കുട്ടി ഉണ്ടല്ലോ, ഇങ്ങനെ ഓപ്പണായിട്ട് പന്നി എന്ന് പറയണ്ട എന്ന് വിചാരിച്ചാണ് പിഗ്ഗി എന്നൊക്കെ പറയുന്നത്. അതൊന്ന് ക്യൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഒരു ഡ്രിങ്കറ്റ് ബോക്സാണ്, ബോക്സ് അല്ല ഡ്രിങ്കറ്റ്, അതാ അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ മാലയും മോതിരവും വളയൊക്കെ ഇട്ടേക്കില്ല, ജസ്റ്റ് ക്യൂട്ടായിട്ടുള്ള ഐറ്റം ഡ്രിങ്കറ്റ്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ ചെയ്തെടുക്കാം. ജസ്റ്റ് ലൈറ്റ് റോസാണ്. പിന്നെ നമ്മൾ കണ്ണ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മൂക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്. അപ്പോൾ ജസ്റ്റ് കണ്ണിൽ ഒരു വൈറ്റും കൂടി കൊടുത്താൽ നമ്മുടെ ഡ്രിങ്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ഡ്രിങ്കറ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ജസ്റ്റിൻ്റെ മോതിരം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.